ഇന്നത്തെ വചനചിന്ത, പരാജയമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ശ്രേഷ്ഠമായി മാനിക്കുന്ന ദൈവം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തൻ്റെ കുടുംബം പോലും മാറ്റി നിർത്തിയ ഭക്തനായ ദാവീദിൻ്റെ ജീവിതത്തെ മാറ്റിയ ദൈവം താങ്കളുടെ ജീവിതത്തെയും മാറ്റും. താങ്കളൊരു തോൽവിയാണെന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും, താങ്കളൊരു പരാജയമെന്ന് പലപ്പോഴും മറ്റുള്ളവർ പറയുമ്പോൾ, ഒരു കഴിവുമില്ലാത്തവനെന്ന് മുദ്ര കുത്തുമ്പോൾ, ഓർക്കുക, താങ്കളുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. താങ്കളുടെ പരാജയങ്ങളെ തിരിച്ചറിയുന്ന ദൈവമുണ്ട്. താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതയും വേദനയും നന്നായി അറിയുന്ന യേശുവുണ്ട്. താങ്കളുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാൻ യേശുവിന് സാധിക്കും. ഈ നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ പരാജയങ്ങളിൽ നിന്നും, എൻ്റെ വിഷയങ്ങളിൽ നിന്നും, ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്നും കരം പിടിച്ച് എന്നെ ഉയർത്തണമേ എന്ന്. തൊഴിൽ മേഖലകളിലാകട്ടെ, പഠന മേഖലകളിലാകട്ടെ, താങ്കളായിരിക്കുന്ന ആത്മീക നിലവാരങ്ങളിൽ മുന്നേറുവാൻ സാധിക്കാതെ പരാജയപ്പെടുന്ന അവസ്ഥയായിക്കോട്ടെ, എന്നാൽ യേശു താങ്കളെ വിളിക്കുന്നു. യേശു താങ്കളെ കരം പിടിച്ചുയർത്തുന്നു. യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ അടുക്കലൊന്ന് ചേർന്ന് നിൽക്കാമോ? ശൂന്യമായ പത്രോസിൻ്റെ പടകിൽ കർത്താവ് യേശു ക്രിസ്തു കയറിയപ്പോൾ പത്രോസിൻ്റെ പടകിനെ യേശു നിറച്ചുവെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ, കർത്താവിൻ്റെ വാക്കനുസരിച്ചാൽ താങ്കളുടെ ജീവിതമാകുന്ന പടകിന് കർത്താവ് നിറയ്ക്കും. പത്രോസ് പറഞ്ഞു, കർത്താനാഥ, കഴിയുന്ന രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒരു മത്സ്യത്തെ പോലും കിട്ടിയില്ല, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന്. യേശുവിനോട് കൂടെ ചേർന്ന് നിന്നപ്പോൾ വല നിറയുവാനിടയായി. എന്നാൽ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചത് സ്വന്തം ശക്തിയിലും ബുദ്ധിയിലുമായിരുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും ആശ്രയിക്കാതെ ദൈവശബ്ദം കേട്ട് താങ്കൾ പ്രവർത്തിക്കാമോ? താങ്കളുടെ ജീവിതത്തിനകത്തുള്ള വിജയം വലുതായിരിക്കും. താങ്കൾ പരാജയമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ യേശു താങ്കളെ ശ്രേഷ്ഠമായി ഉയർത്തും. കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. താങ്കളെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും സാധിക്കത്തില്ല. കാരണം താങ്കളെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത യേശുവാണ് താങ്കളുടെ കൂടെയുള്ളത്. താങ്കളുടെ ജീവിതത്തിലെ തകർച്ചകളും ശൂന്യതകളും വേദനകളും കർത്താവ് കാണുന്നുണ്ട്. താങ്കൾ മടിച്ചു നിൽക്കേണ്ട. യേശുവിൻ്റെ അരികിലേക്ക് താങ്കൾ കടന്നു വരിക. യേശു ആരാണെന്ന് തിരിച്ചറിയുക. യേശു താങ്കളെ സ്നേഹിക്കുന്ന ദൈവമാണ്. യേശു താങ്കളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശു താങ്കളെ വിടുവിക്കും. താങ്കൾക്കായി അത്ഭുതം പ്രവർത്തിക്കും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാമോ? മുന്നിലെ സകല പ്രതികൂലങ്ങളെയും കർത്താവ് മാറ്റുവാൻ താങ്കളെ ശക്തനാക്കും. മുന്നിലെ സകല പ്രതികൂലങ്ങളെയും താങ്കൾ അതിജീവിക്കും. എല്ലാ നിമിഷവും യേശുവിൽ സന്തോഷിക്കുക, സ്തുതിക്കുക. 34 സങ്കീർത്തന പുസ്തകം 1 തിരുവചനം പ്രകാരം വായിക്കുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആരെല്ലാം താങ്കളെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്ന യേശു താങ്കളുടെ കൂടെയുണ്ട്. മുടിയനായ പുത്രനെ മാറോടണച്ച സ്നേഹമാ യേശുവിൻ്റെ സ്നേഹം. ഭക്തനായ ദാനിയേൽ സിംഹക്കുഴിയിൽ വീണപ്പോൾ സിംഹക്കുഴിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ദൈവമുണ്ട്. ലാസറിൻ്റെ കല്ലറയുടെ പുറത്തുനിന്ന് യേശു ലാസറെ എന്ന് വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ, പ്രവാചകനായ ഭക്തനായ യോന വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും പുറത്തു വന്നതുപോലെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ താങ്കളുടെ ഏത് വിഷയത്തിൽ നിന്നും ദൈവം താങ്കളെ പുറത്തു കൊണ്ടുവരും. താങ്കൾ ആഗ്രഹിക്കുന്ന സമയത്ത് താങ്കളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ഒരുപക്ഷെ മറുപടി ലഭിച്ചില്ല എന്ന് വന്നേക്കാം. ഭാരപ്പെടേണ്ട. താമസിച്ച് ലഭിക്കുന്ന മറുപടിയുടെ വിടുതൽ താങ്കൾ ആഗ്രഹിച്ചതിലും ഉന്നതമായിരിക്കും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വചനം ശ്രവിക്കുന്ന താങ്കൾക്കൊരു കഷ്ടതയുണ്ടെങ്കിൽ താങ്കൾക്കായി ദൈവം ഒരു മഹത്വം ഒരുക്കിയിട്ടുണ്ട്. കേരള കാനാവിലെ കല്യാണ വിരുന്നിൽ ശൂന്യതകൾ കടന്നു വന്നു, വീഞ്ഞ് പോരാതെ വന്നു. എന്നാൽ ആ ശൂന്യതയിലും കഷ്ടതയിലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരം ചലിച്ചപ്പോൾ കാനാവിലെ കല്യാണ വീടിനകത്ത് യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കളുടെ ശൂന്യത മാറുമ്പോൾ ശൂന്യത മാറ്റുന്ന യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയാകും. താങ്കളുടെ കഷ്ടത ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടുള്ള ചവിട്ടുപടിയാണ്. താങ്കളുടെ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ കടന്നു വരുമ്പോൾ അത് യേശുവിനെ പ്രവർത്തിപ്പാനുള്ള സമയമാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുക. ഒരു കഷ്ടതയ്ക്കോ ഒരു നിരാശയ്ക്കോ ഇനി ഒരു നീണ്ട പരാജയത്തിനോ താങ്കളെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന്. പരാജയപ്പെട്ടവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന്
പരാജയത്തിൽ നിന്നും കരം പിടിച്ചുയർത്തുന്ന ദൈവം കൂടെയുണ്ട്. ആകയാൽ ക്രിസ്തുവിൻ്റെ കരം പിടിച്ച് മരണത്തെ ജയിച്ച് ജയാളിയായ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.